ഹലോ ചേട്ടാ, ഞാനാ സുമേഷ്. ആ പറയടാ മോനെ, എങ്ങനെയുണ്ട് മോക്ക്? ഓക്കെ ആയി ചേട്ടാ, ഇപ്പോൾ ഉഷാറായ ആൾ. എന്താ വിളിച്ചേ? വല്ല ഓട്ടം ഉണ്ടോ? ഓട്ടോ അല്ല, ഓടിച്ചിട്ടൊരു പണിയുണ്ട്. എന്താ തെളിച്ച് പറ. ചേട്ടാ, ഞാൻ അവന്മാർക്കിട്ട് പണി കൊടുക്കാൻ പോവാ. ഞാൻ അവന്മാരെ കുറിച്ച് തിരക്കി. എന്നും അവന്മാർ അവിടെ ഇരുന്നാണ് വെള്ളം അടിക്കുന്നത്. നാളെ ചേട്ടാ ഫ്രീ ആണോ? ചേട്ടനെ വിളിച്ചത് ഇക്കാര്യം അറിയാമെന്ന് നമ്മൾ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. കൂട്ടുകാരെ ഉൾപ്പെടുത്താൻ പറ്റില്ല. ഫ്രീ ആണെങ്കിൽ മതി. അത് നമുക്ക് നോക്കാം. എനിക്കൊരു കാര്യം നിന്നോട് ചോദിക്കണമെന്ന്. എന്താ ചേട്ടാ? അത് ഞാനന്ന് പോലീസിനെ അറിയിക്കാൻ പറഞ്ഞപ്പോൾ നീ എന്താ വേണ്ടാന്ന് പറഞ്ഞത്? അത് ഞാൻ എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. അത് ചേട്ടാ, പോലീസിനെ അറിയിച്ചാൽ അവർ വന്നവരെ പിടിച്ചാലും അത് വാർത്തയാവും. അതുപോലെ അത് വേറെ രീതിയിലാവും. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. പിന്നെ എനിക്ക് ഈ നിയമത്തിൽ വിശ്വാസമൊന്നുമില്ല. പിന്നെ മോഫിയുടെ കേസ്, ആ കൊച്ചു മരണക്കുറിപ്പ് എഴുതിയിരുന്നു, ആര് കാരണോ മരിച്ചെന്ന്. ഇപ്പോൾ അയാൾ ജോലി ചെയ്യുന്നു. ആകെ കിട്ടിയതോ ഒരു സസ്പെൻഷൻ. അവരുടെ വീട്ടുകാർ നിയമത്തിൻ്റെ പുറകെ നടക്കുക. മരിച്ച കുട്ടിയോ നിയമ വിദ്യാർത്ഥിനിയും. അതുപോലെ തന്നെ കോട്ടയത്തെ കേസ്, പ്രതിയെ കൊണ്ട് തെളിവെടുപ്പും പറഞ്ഞ് ഫുഡ് വാങ്ങിക്കൊടുത്ത് കൊണ്ടു നടക്കുന്നു. അതാണ് നമ്മുടെ നിയമം ചേട്ടാ. വരുന്നുണ്ടോ നാളെ? ഞാൻ വരാം. എനിക്ക് 2 പെൺമക്കളല്ലേടോ. ചേട്ടാ, ചില സമയത്ത് നിയമം നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. നിയമത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടാൽ. ഞാൻ നാളെ ഓട്ടോ ഒതുക്കിയിട്ട് വരാം. നീ വിളിച്ചാൽ മതി. ശരി ചേട്ടാ, നാളെ കാണാം. ശരിടാ. ഹലോ അമ്മേ, ഞാനാ ചിഞ്ചു. പറ മോളെ. ചേട്ടനെ വിളിച്ചിട്ട് ഫോൺ ഓഫ് ആണല്ലോ. ഇന്നല്ലേ അമ്പലത്തിൽ പോകേണ്ട ദിവസം? അവൻ രാത്രി ഫോൺ ഓഫ് ചെയ്ത് വെക്കും മോളെ. അമ്മ എന്തേ? അമ്മ അടുക്കളയിലാ. രാവിലത്തെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഇന്നാണ് അമ്പലത്തിൽ പോകേണ്ടതല്ലയോ മോളെ? ഞാൻ അവനെ വിളിക്കാം. ദാ മോള് വിളിക്കുന്നു. എണീക്കടാ. എണീക്കാനാ പറഞ്ഞേ. എടാ, മോള് വിളിക്കുന്നു. ഏത് മോള്? എൻ്റെ മരുമോള് വിളിക്കുന്നു. ഇന്നാ അമ്പലത്തിൽ പോകേണ്ടത്. എന്താടി, ഉറങ്ങാൻ സമ്മതിക്കില്ലേ? ചേട്ടൻ, ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ, വേഗം റെഡി ആവ്. ഞാനിവിടെ റെഡിയായി നിക്കാം. ശരി പെണ്ണേ, ഞാൻ ഇപ്പൊ റെഡിയാവാം. ഒന്ന് വേഗം എണീറ്റ് റെഡി ആവ്. എണീച്ചു മോളെ, ഞാൻ റെഡിയായിട്ട് നിന്നെ വിളിക്കാം. നീ റോഡിലോട്ടോ. ശരി, ഓക്കെ ചേട്ടാ. റെഡി ആയിട്ട് വിളിച്ചാൽ മതി. അപ്പം ഞാൻ ജംഗ്ഷനിലോട്ട് വരാം. ഓക്കെ, ശരി. നീ വേഗം ചെല്ലാൻ നോക്ക്. അവളോടെ കാത്തു നിൽക്കുക. അവൾ കുറച്ച് വെയിറ്റ് ചെയ്യട്ടെ. ഇപ്പോഴേ നമ്മളെല്ലാം കൂടി ചാടി ഇറങ്ങിയാ ഇവളുമാരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. നമുക്ക് കണ്ടറിയാം. കാണാനൊന്നുമില്ല. അമ്മ കണ്ടോ? പാചകം അടിക്കാതെ വേഗം പോകാൻ നോക്ക്. ഡി ചിഞ്ചു, ഞാൻ ഇറങ്ങുവാ. ചേട്ടാ, ഞാൻ റോഡിലോട്ട് നടക്കാം. ചേട്ടനൊന്ന് പെട്ടെന്ന് വരണേ. ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ നേരത്തെ പോണെന്ന്.
നിങ്ങൾ ക്ഷമിക്കരുത് പെണ്ണേ, ഞാൻ താ വരുന്നു. നീ റോഡിലോട്ടോ. വേഗം വാ. അമ്മ ഞാൻ ഇറങ്ങുവാണേ. അയ്യോ, ഇത് ആരാ? എൻ്റെ കുട്ടി സുന്ദരിയായല്ലോ. ഇനി കല്യാണം വരെ വെയിറ്റ് ചെയ്യണോ? നമുക്ക് ഇന്ന് തന്നെ രാത്രി ആഘോഷിച്ചാലോ? ഞാൻ റെഡിയാ. എന്നാ വിട്ടാലോ? നാളെ അമ്പലത്തിൽ പോകും. അയ്യോ, വേറെ ഒന്നും ഇല്ലല്ലോ ചിന്ത. എപ്പോഴും ഇതേ ഉള്ളൂ. വിളിച്ചാലും ഊണിലും ഉറക്കത്തിലും ഇത് തന്നെയാണ് ചിന്ത. പിന്നെ എന്തോന്നാടി വേണ്ട ചിന്തിക്കേണ്ടേ? കല്യാണം ഉറപ്പിച്ചൊരാനും പെണ്ണും ഇതൊക്കെ തന്നെയല്ലേ ചിന്തിക്കേണ്ടേ? ആഹാ. അയ്യോ, ഇപ്പൊ അത് ചിന്തിക്കണ്ട. വണ്ടി എടുക്കാൻ നോക്ക്. ആ, പോവാം. ചേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ പറ, എന്താ കാര്യം? ചേട്ടൻ എന്തിനാ രാത്രി ഫോൺ ഓഫ് ചെയ്ത് വെക്കുന്നേ? രാത്രിയിൽ എല്ലാവരും വിളിക്കില്ല. അഥവാ വിളിക്കുന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലും അത്യാവശ്യക്കാരായിരിക്കും. ശരി, ഇനി ഞാൻ ഓഫ് ചെയ്ത് വെക്കുന്നില്ല. നീ പറഞ്ഞാലും കാര്യമുണ്ട്, അതുകൊണ്ട്. താങ്ക് യു. ലവ് യു ചേട്ടാ. ആ ഡീ, നിന്നോടൊരു കാര്യം ചോദിക്കാൻ മറന്നു. ആ? പെണ്ണ് കാണാൻ വന്നപ്പോ ചോദിക്കേണ്ട കാര്യമാ. എന്ത് കാര്യവാ? അല്ലടി, നിനക്ക് പാട്ട് പാടാൻ അറിയോ? എന്റെ കഴിവുകളെ കുറിച്ചൊന്നും ഞാൻ ചോദിച്ചില്ല. ഓ, അതാണോ കാര്യം? എനിക്ക് പാടാനൊന്നും അറിയില്ല. പിന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ കുങ്ഫു, ബോക്സിംഗ് അതിനൊക്കെ പോയിരുന്നു. പിന്നെ ഞാനതൊക്കെ അങ്ങ് വിട്ടു. എന്തു പറ്റി? അവർ നിന്നെ പിടിച്ച് പുറത്താക്കിയോ? ഒന്ന് പോയേട്ടാ, ഞാൻ അതൊക്കെ മറന്നുപോയി. ചേട്ടൻ പേടിക്കണ്ട. ചിഞ്ചുവേ, മൂഞ്ചിന്ന് തോന്നുന്നു. എന്താ? എണ്ണ തീർന്നാ തോന്നേ. കൊള്ളാം ചേട്ടാ, ഇന്നലെ വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞല്ലേ ഇന്ന് പോകുന്ന കാര്യം. എണ്ണ അടിച്ചിട്ട് വന്നൂടായിരുന്നോ? ഇത് ഞാൻ വിചാരിച്ചു എണ്ണ ഉണ്ടെന്ന്. അല്ലെങ്കിൽ ഞാൻ അടിച്ചിട്ടല്ലേ വരൂ. നീ ക്ഷമിക്കുവേണ്ണേ, ഞാൻ പോയി എണ്ണ വാങ്ങിയിട്ട് വരാം. ഏതെങ്കിലും വണ്ടി വരും. ഇന്ന് ആരെയാണാവോ ഞാൻ കണി കണ്ടേ. മോശം. നിന്റെ അച്ഛനല്ലേ എന്നും കളി കാണാറ്. നീ ശാപം ഇടാതെ വേണേ. ദേ ഒരു ബൈക്ക് വരും. എന്ത് പറ്റി ബ്രോ? വണ്ടിയുടെ എണ്ണ തീർന്നു ബ്രോ. പമ്പിന്റെ വഴിക്കാണോ? ആ അതെ, അത് വഴിക്കാം. ഇടി, ഞാൻ പോയി എണ്ണ വാങ്ങിയിട്ട് വരാം. നിനക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയുണ്ടോ? ഇല്ല ഏട്ടാ, പേടിയൊന്നുമില്ല. വേഗം വന്നാ മതി. ഇവിടെ ഒരു കുഞ്ഞുങ്ങളെ പോലും കാണാനില്ല. ഞാൻ വേഗം വരാം. ആ ശരി. ബ്രോ പോവാം. ശരി. ഡാ, എല്ലാവരും പറയും കൊച്ചു പട്ടിയും കൊച്ചുകുട്ടിയും അടുപ്പിക്കരുതെന്ന്. നമ്മളത് കേൾക്കുന്നില്ലല്ലോ. അല്ലേട്ടാ, നമ്മളുദ്ദേശിച്ചല്ലേ, നമ്മളത്ര കൊച്ചുകുട്ടികളൊന്നുമല്ല. അല്ല, ഒരു പട്ടിക്ക് മനസ്സിലായി. അല്ല, കുട്ടിക്ക് മനസ്സിലായി. ഈ ബന്ധമുണ്ടല്ലോ, മുലപ്പാൽ ബന്ധത്തെക്കാൾ ഏറ്റവും വലിയ ബന്ധമാണ് മദ്യപാനം എന്ന ഈ ബന്ധം. മുലപ്പാൽ ബന്ധം മറന്നാലും ഈ ബന്ധം ഒരിക്കലും നമ്മൾ മറക്കത്തില്ല. നിങ്ങൾ ബന്ധങ്ങളൊക്കെ പറഞ്ഞിരുന്നോ? ഞാൻ അടിക്കാൻ പോവുക. എനിക്ക് വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി. ഞാനിത് മൂത്രം ഒഴിച്ചിട്ട് വരാം.
അളിയ കീടലൊരു നെടുവേരി സാധനം ഇവിടെ നിൽപ്പുണ്ട്. എങ്ങനെ ഉണ്ടളിയാ? പൊളിയാണോ? പൊളിയാ. വേണ്ട, വേറെ പണി വാങ്ങിക്കാൻ നിൽക്കണ്ട. ജയിലിൽ പോയി കിടക്കേണ്ടി വരും. ജയിലിൽ കിടന്ന എന്താ, ആ സുഖം കളയണ്ടല്ലോ. പിടിക്കടാ. പാടി ഇങ്ങോട്ട്. ആടിയുണ്ട്. ഇതുവാടാ. ഏയ്. ഈശ്. വിളിക്കണം ആടി. മേടിച്ച് പിടിക്കടാ. പിടിക്കടാ അവിടെ. തൂക്കണ്ടാ തൂക്കടാ. എടാ, ഒന്ന് പിടിച്ച് പൊക്കടാ. ഇവിടെ അവിടെ. പോടാ. വാ. പോടാ. മാറാ, ഞാൻ ചെയ്യാം. കൊള്ളാമല്ലോടാ ഈ സാധനം. ഉം. നീ മാറടാ. ആടാ അങ്ങോട്ട്. മാറടാ. ഒന്ന് മാറടേ മയിരി. എന്തുവാടേ, കൊച്ചു പിള്ളേർക്ക് പറ്റത്തില്ല. ഇവിടെ മാറിക്കട. ഡീ അടങ്ങി കിടക്കടി അങ്ങോട്ട്. അടങ്ങി കിടക്കടി അങ്ങോട്ട്. പോലെ അടി പോവാ. നിന്നോടാ പറഞ്ഞ കിടക്കടി അവിടെ. ഇവിടെ അവിടെ പോയി കാണുന്നില്ല. ചിഞ്ചു എന്താ മോനെ? ചേട്ടാ ചിഞ്ചുവിനെ കാണുന്നില്ല. ഇവിടെ നിന്നത്. ഇവിടെ എവിടെയെങ്കിലും കാണും, നമുക്ക് നോക്കാം. അവളത് എവിടെ പോയി? ചിഞ്ചു എടാ മോനെ, അവിടെ ഒരു വേളം കേൾക്കുന്നു കേട്ടോ. ഓടിക്കോ. ചിഞ്ചു ചേട്ടാ വണ്ടി എടുക്ക്. എന്ത് പറ്റിയടാ? എങ്കിലും ഹോസ്പിറ്റലിലോട്ട് പോവാം പെട്ടെന്ന്. എടാ ഓടി ഓടി വാ, കേട്ടിക്കോ. വേഗം നീ കയറ്, നമുക്ക് ആശുപത്രിയിലോട്ട് പോവാം. എന്ത് പറ്റിയതാ? അത് ഡോക്ടറെ, ഇവർ അമ്പലത്തിൽ പോകാൻ വേണ്ടി വന്നതാ. വണ്ടിയിൽ എണ്ണ തീർന്നതുകൊണ്ട് വണ്ടി ഇവിടെ നിർത്തി വെച്ചിട്ട് കൊച്ചിനെ മാത്രം അവിടെ ആക്കി പുള്ളി എണ്ണ വാങ്ങാൻ വേണ്ടി പോയതാ. തിരിച്ചു വന്നപ്പോൾ ഇതാണ് കണ്ടത്. ആ എന്നാ അകത്തേക്ക് കിടത്തിക്കോ. പേടിക്കാനൊന്നുമില്ല കേട്ടോ. ബലം പിടുത്തം നടന്നതിൻ്റെയാ. ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഡോക്ടർ. പോലീസിനെ അറിയിച്ചില്ലേ? ഇല്ല ഡോക്ടറെ. അതെന്താ? അത് വേണ്ട ഡോക്ടർ, അത് ശരിയാവില്ല. ഇങ്ങനെയുള്ള കേസ് പോലീസിനെ അറിയിക്കണം. പറ മോളെ, നീ പറ, എന്ത് പറ്റിയവനൊക്കെ? ഞാനവിടെ നിൽക്കുമായിരുന്നു. അപ്പൊ പുറകെ കൂടെ ആരോ വന്നെന്നെ പാപൊത്തി. ഞാൻ പേടിച്ച് തിരിയാൻ നോക്കി, നടന്നില്ല. ഞാൻ അവരെ താഴെ തള്ളിയിട്ടു. പിന്നെ 3 പേര് കൂടി വന്ന് പിടിവലിയായി. അവരെ എനിക്ക് അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. എന്നെ പിടിച്ചു വലിച്ചു. നമുക്ക് അവരെ എന്തെങ്കിലും ചെയ്യണം. നമുക്ക് അവരെ എന്തെങ്കിലും ചെയ്യണം.
വാ ചേട്ടാ പോവാം. ആ നിങ്ങൾ വിട്ടോ, ഞാൻ പുറകെ എത്തിക്കോളാം. മറ്റേ ടീമാണെന്ന് തോന്നുന്നല്ലോ ആശാനെ. പ്രശ്നമാകുമെന്നാ തോന്നുന്നേ. നീയൊക്കെ ആരാടാ ഇവിടുത്തെ ഗുണ്ടകളോ?